നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് വോട്ടെണ്ണൽ ദിനമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇത്രയധികം ഭരണവിരുദ്ധ വികാരം അത് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോഴത്തെ ഈ ലീഡിംഗ് നിലയനുസരിച്ചിട്ട് പിന്നിലാണ്. ധർമ്മടത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ചത്. ധർമ്മടത്ത് ഇപ്പോൾ UDF മുന്നിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 12 മന്ത്രിമാർ ഇപ്പോൾ ഈ ലീഡ് നിലയിൽ പിന്നിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി നേമത്ത് മത്സരിക്കുന്ന വി ശിവൻകുട്ടി, പത്തനാപുരത്തെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ അടക്കമുള്ള നിരവധി മന്ത്രിമാർ, AK ശശീന്ദ്രൻ, വാസവൻ, ഇങ്ങനെയുള്ള നിരവധി മന്ത്രിമാർ, മുഖ്യമന്ത്രി അതിലും ക്യാപ്റ്റനായി മാറുകയാണ്. പിന്നിലാകുന്ന മന്ത്രിമാരിലും ക്യാപ്റ്റനായി മുഖ്യമന്ത്രി മാറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്റ്റൻ, ബാക്കി 11 മന്ത്രിമാർ താഴെ, ഇങ്ങനെ 12 മന്ത്രിമാർ ഇപ്പോൾ ഈ സമയത്ത് ലീഡ് നിലയിൽ പിന്നിലാണ് എന്ന വാർത്ത അത് ഒരു പരിധിവരെ ഒരു സത്യത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോഴത്തെ ലീഡ് നില അനുസരിച്ച് UDF 95 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്, 40 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്, 5 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലീഡ് നില. വോട്ടെണ്ണൽ അതിൻ്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ കേരളത്തിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു. അരമണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ ചിത്രം ഏതാണ്ട് ലഭ്യമായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഏതാണ്ട് നെക്ക് ടു നെക്ക് എന്ന രീതിയിൽ UDFും LDFും നിന്നു. NDA 4 സീറ്റുകളിൽ നിൽക്കുകയായിരുന്നു ഈ ഒരു പോസ്റ്റൽ ബാലറ്റുകളുടെ ലീഡ് നിലയിൽ. എന്നാൽ ഇപ്പോൾ EVMകൾ എണ്ണിത്തുടങ്ങിയ ഒരു സമയമാണ്. ആ സമയത്താണ് ഇപ്പോഴത്തെ ഒരു ലീഡ് നില അനുസരിച്ച് 95 മണ്ഡലങ്ങളിലാണ് UDF മുന്നിൽ നിൽക്കുന്നത്. 40 മണ്ഡലങ്ങളിൽ LDFും 5 മണ്ഡലങ്ങളിൽ NDAയും എന്നുള്ളതാണ്. NDA അക്ഷരാർത്ഥത്തിൽ തിളക്കമാർന്ന പ്രകടനം, അവരുടെ ഒരു മുൻകാല പ്രകടനം വിലയിരുത്തി അല്ലെങ്കിൽ അത് താരതമ്യം ചെയ്താൽ ഇപ്പോൾ തിളക്കമാർന്ന ഒരു പ്രകടനം എന്ന് തന്നെ പറയാൻ സാധിക്കും. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നുണ്ട്. കഴക്കൂട്ടത്ത് V മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ ലീഡ് ചെയ്യുന്നുണ്ട്. കൊല്ലത്തെ ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ കാസർഗോഡ് ഇപ്പോൾ BJPക്ക് ലീഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം 5 മണ്ഡലങ്ങളിലാണ് BJP ഈ സമയത്ത് ലീഡ് ചെയ്യുന്നത്. 95 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു, 40 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിലേറ്റവും കൗതുകകരമായ വാർത്തയാണ് ഈ വോട്ടെണ്ണലിൻ്റെ, അതായത് 8 മണിക്ക് ആരംഭിച്ചു, ഇപ്പോൾ സമയം 9:30. അതായത് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചന ഇപ്പോൾ ഈ വോട്ടെണ്ണൽ ദിനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 12 മന്ത്രിമാർ പിന്നിലാണ്. മന്ത്രിമണ്ഡലങ്ങളൊന്നും തന്നെ സേഫ് അല്ല എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചന. 12 മന്ത്രിമാർ പിന്നിലാണ് എന്ന് പറയുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ശക്തി. ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിച്ചത്. ധർമ്മടത്ത് കണ്ണൂർ ജില്ലയിലാണ്. CPIMന്റെ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രത്തിൽ CPIM അറിയാതെ ഒരു ഇല പോലും അനങ്ങാത്ത ഒരു മണ്ഡലമാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിലുള്ള ധർമ്മടം മണ്ഡലത്തിൽ ക്യാപ്റ്റൻ തന്നെ പിന്നിലായി പോകുന്നു എന്നുള്ളതാണ് വോട്ടെണ്ണലിൻ്റെ ഈ മണിക്കൂറുകളിൽ എടുത്തു പറയാനുള്ളത്. ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ശക്തമായ പിണറായി വിരുദ്ധ വികാരവുമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. നേരത്തെ തന്നെ അത് വിലയിരുത്തപ്പെട്ടിരുന്നതാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വികാരം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ട് എന്ന വിലയിരുത്തലുകൾ, എന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നതാണ്. ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ, അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ കൗണ്ടിങ് അല്ലെങ്കിൽ ലീഡ് നില പുരോഗമിക്കുന്നത്. പിണറായി വിജയനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ്, ധർമ്മടം പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പിന്നിൽ നിൽക്കണമെങ്കിൽ, വോട്ടെണ്ണലിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിന്നിൽ പോകണമെങ്കിൽ തീർച്ചയായും പാർട്ടിക്കുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അങ്ങനെ പിന്നിൽ പോകുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേതൃത്വം നൽകുന്നു. മുഖ്യമന്ത്രി വീണ്ടും ക്യാപ്റ്റനാകുന്നു. പക്ഷേ പിന്നിൽ പോകുന്ന 12 മന്ത്രിമാരുടെ ക്യാപ്റ്റനായാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നത്. ഒരിക്കൽ കൂടി ലീഡ് നില പരിശോധിച്ചാൽ 97 സീറ്റിലേക്ക്
UDF ലീഡ് നില ഉയർത്തുന്നു. 38ലേക്ക് LDF താഴുന്നു. 5 സീറ്റിൽ NDA ഇപ്പോഴും ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.